ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയa'srecipes. അപ്പോൾ ഞാൻ ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വെണ്ടയ്ക്ക മന്തിയാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നോൺ വെജിറ്റേറിയൻസിന് ചിക്കൻ മന്തി, കുഴിമന്തി, ഇനി മട്ടൻ മന്തി ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഈ അങ്ങനത്തെ ഓരോ മന്തികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെജിറ്റേറിയൻസിനൊക്കെയും ഒരു പറ്റിയൊരു മന്തിയാണ് വെണ്ടയ്ക്ക മന്തി. വളരെ സിമ്പിളായിട്ടത്. ഇത് ചെട്ടിനാട് ഒരു സ്പെഷ്യൽ കറിയാണ്. ചെട്ടിനാടുള്ള നമ്മുടെ സാമ്പാർ പോലെ അവർ ഉണ്ടാക്കുന്ന ഒരു കറിയാണത്. നമ്മൾക്ക് സാമ്പാറാണ് ചോറിന് സ്പെഷ്യൽ വെച്ചാൽ അവർക്ക് ഈ ഒരു കറിയാണ് ചെട്ടിനാട്ടുകാർക്ക് സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പൊതുവേ ചെട്ടിനാടൻ കറികൾ കുറച്ച് സ്പൈസി ആയിരിക്കും, കുറച്ച് എരിവും പുളിയൊക്കെ ഉണ്ടായിരിക്കും. ആ ഒരു രീതിയിലാണ് അവരുണ്ടാക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കിലോ 250 ഗ്രാം വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അത് ഇതിൽ കാണുന്ന പോലെ നന്നായിട്ട് അരിഞ്ഞെടുക്കുക. ഇതിലധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസാണ് ഈ കറിക്ക് വേണ്ടു. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 6 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ വേണം. ചെറിയ ഉള്ളി ഒരു 12 എണ്ണം എടുക്കുക, അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് അളവിൽ ചെറിയ ഉള്ളി എടുക്കുക. അതും ഇതേപോലെ നീളത്തിൽ തന്നെ അരിയണം കേട്ടോ. അപ്പോൾ വട്ടത്തിൽ അരിയരുത്, നീളത്തിൽ തന്നെ അരിയണം. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ഒരു 3-4 പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സ്പൈസി ആയിരിക്കും. എരിവ് പുളി എന്നൊക്കെ ചെട്ടിനാടൻ വിഭവങ്ങളിൽ കുറച്ച് കൂടിയിരിക്കും. അതിനനുസരിച്ചാണ് അവരുടെ ആ പ്രിപ്പറേഷൻ. പിന്നെ വേണ്ടത് 2 തക്കാളിയാണ്. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക കേട്ടോ. ഇത് മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാലാണ് കേട്ടോ അത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 5-6 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചോളൂ. ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് കേട്ടോ അതിൽ ഒഴിച്ചിരിക്കുന്നത്. നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കുക, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക, ഒരു 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കുക. ശരിക്കും ഇതിൽ കറുത്ത ഉഴുന്ന്, അതായത് തൊലിയോട് കൂടിയിട്ടുള്ള സ്പ്ലിറ്റ് ആയിട്ടുള്ള കറുത്ത ഉഴുന്നുപരിപ്പില്ലേ, അതാണ് ചേർക്കുക. എൻ്റെ കയ്യിൽ വെളുത്തത് കാരണം അത് ചേർത്തത്. പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് കരിയെഴുതിട്ട് ശ്രദ്ധിക്കണേ. ഉണക്കമുളക് ഇടുമ്പോൾ ഒരു 5 ഉണക്കമുളക് ചേർക്കുക. ഇതെന്ന് പറഞ്ഞാൽ ചെട്ടിനാടൻ പറഞ്ഞാൽ കുറച്ച് സ്പൈസിയാണ് എപ്പോഴും ചെട്ടിനാടൻ വിഭവങ്ങൾ ഉണ്ടാവുക. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്പൈസി ലെവലൊക്കെ കുറയ്ക്കാം കേട്ടോ. വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കുക, ചുവന്നുള്ളി, പച്ചമുളക്, അതിൽ കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ ചുവന്നുള്ളി നന്നായിട്ട് മൂത്ത് വരണം, നന്നായിട്ട് മൂക്കണം. മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെണ്ടയ്ക്ക ഇട്ടിട്ട് ഒന്ന് വറക്കണം. വെണ്ടയ്ക്ക ഒന്ന് വഴന്നിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക ഇങ്ങനെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ആ വഴുവഴുപ്പ് പോവാൻ നമ്മൾ അരി കഴുകിയ വെള്ളത്തിൽ പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ട് ആ പുളി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ മതി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്, ഞാൻ പറഞ്ഞത് മാത്രം. ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. എന്നിട്ട് ആ തക്കാളി ഒന്ന് പച്ചമണം മാറണം. നമുക്ക് വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് ഇഷ്ടമാണ്, പ്രശ്നമില്ലെങ്കിൽ ആദ്യം തക്കാളി വഴറ്റിയതിൻ്റെ ശേഷം വെണ്ടയ്ക്ക ചേർത്താലും മതി കേട്ടോ. അങ്ങനെ ആയാലും മതി. ശരിക്കും ഇതിൻ്റെ റെസിപ്പി അങ്ങനെയാണ്. ആദ്യം തക്കാളി വഴറ്റിയിട്ട് നന്നായി വഴറ്റി എണ്ണ തെളിഞ്ഞതിൻ്റെ ശേഷമാണ് വെണ്ടയ്ക്ക ഇടുക. ഞാനിപ്പോൾ ആ വെണ്ടയ്ക്ക ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇട്ടു നോക്കാം. ഇതിലേക്ക് ഇനി പുളി ഒഴിക്കാം കേട്ടോ. പുളി നമ്മൾ തക്കാളി ചേർത്ത കാരണം അതിനനുസരിച്ചുള്ള പുളി ഒഴിക്കുക. ഞാൻ പുളിയുടെ അളവ് പറയുന്നില്ല, നിങ്ങൾക്ക് എത്ര വേണ്ടച്ചാൽ അത്ര ഒഴിക്കുക. ഒരു വളരെ ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയൊക്കെ മതിയാവും. പിന്നെ നിങ്ങൾ നോക്കുക എത്ര പുളി വേണ്ടതെന്ന്, അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. കാരണം തക്കാളിയുടെ പുളിക്കനുസരിച്ച് പുളിയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്യണേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്.
ഇപ്പോൾ ഈ ആവശ്യത്തിന് ചൂടുള്ള വെള്ളം ഒഴിക്കുക. അപ്പോൾ ഈ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ ഇങ്ങനെ വെള്ളത്തോടക്കനല്ല, ലൂസായിരിക്കില്ല, കുറച്ചൊരു കുറുകിയിട്ട് തിക്കായിട്ടുള്ളൊരു കറിയായിരിക്കും ഇത് ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കുക. ഇതിലേക്ക് മുളക് പൊടി ചേർക്കണം. നിങ്ങൾ ആ വഴറ്റുന്ന സമയത്ത് മുളക് പൊടി ചേർക്കണം കേട്ടോ. ഞാനത് വിട്ടുപോയതാണ്. 1 ടേബിൾ സ്പൂണാണ് കണക്ക്, ഈ റെസിപ്പിയുടെ കണക്ക്. അതായത് ചെട്ടിനാടൻ വിഭവമല്ലേ, അപ്പോൾ നല്ല കുറച്ച് എരിവായിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് മുളക് പൊടി ഇടുക. റെസിപ്പി പറയുന്നത് 1 ടേബിൾ സ്പൂണാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ഇടുക കേട്ടോ. ഈ മുളക് പൊടി പിന്നെ നമ്മൾ വെണ്ടയ്ക്കൊക്കെ വഴറ്റില്ലേ, ആ സമയത്ത് ഇട്ടിട്ട് മുളക് പൊടി ഒന്ന് വഴറ്റണം കേട്ടോ. ഞാൻ മറന്നുപോയതാണ്. ഇതൊന്ന് അടച്ചു വെക്കാം. ലേശം നേരം ഇതൊന്ന് തുറന്നു വെക്കാം. കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് തുറന്നു വെച്ചു. അപ്പം അതിൻ്റെ ആ പുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം പുള്ളി നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ ആ പച്ചമണം മാറണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളക്കണ്ട, നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. ഇപ്പോൾ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മുടെ വെണ്ടയ്ക്ക മന്തി റെഡിയായി. ഇതിൽ ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്കൊരു ലേശം മഞ്ഞൾപ്പൊടി ചേർക്കാം, പക്ഷേ ഇതിൽ മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇത് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്